ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന വീടാണ്. കരിക്കുഴി നെല്ലിക്കുന്നിലുള്ള അഷ്കർ കഴിഞ്ഞ കുറച്ച് നാളുകളായി വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. അഷ്കറിന്റെ സഹോദരിയും കുടുംബത്തോടൊപ്പമാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി ഫോറൻസിക് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ എത്തി ഈ വീട് പൂർണ്ണമായി കഴുകിക്കളഞ്ഞിരുന്നു. വീടിന്റെ പുറകുവശത്താണ് ഈ കാണുന്ന നിലയിൽ കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കരിച്ച നിലയിൽ ഇവിടെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു ലെറ്ററിന്റെ ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. എസ്കേൻ, അതാണ് നിർണായകമാകുന്നത്. ഈ ലെറ്ററിന്റെ ഭാഗം നമുക്ക് ഈ ക്യാമറ ഇങ്ങോട്ടൊന്ന് കാണിച്ചാൽ മനസ്സിലായി. അതായത് ഈ കത്തിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു കത്താണ്. ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് കുട്ടിയോട് മിണ്ടാൻ കൂടി അവർ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗമാണ് ഇതിൽ നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ കത്തിക്കരിക്കുന്ന നിലയിലാണ്. അങ്ങനെ ഈ വീട്ടിന്റെ അകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറൻസിക് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ വീട് പൂർണ്ണമായി കഴുകി വൃത്തിയാക്കുകയും അത് മാത്രമല്ല കുട്ടിയുടെ വസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള കത്തുകൾ ഉൾപ്പെടെ കത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള